സൗഹൃദങ്ങളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അത് എല്ലാവർക്കും ഒരു ചിൽ വൈബ് നൽകുന്ന ഒരു എലമെന്റ് ആണ്. ഇനി ഏത് ബന്ധമായിക്കോട്ടെ, അതിപ്പോൾ ഫാമിലിയിലുള്ള റിലേഷൻഷിപ്സ് ആണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഏത് ബന്ധത്തിനകത്താണെങ്കിലും സൗഹൃദത്തിൻ്റെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കുറെ കൂടി സ്മൂത്തായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യത്തിന്, മെൻ്റൽ ഹെൽത്തിന് നല്ല സൗഹൃദങ്ങൾ വളരെ ഗുണങ്ങൾ തരാറുണ്ട്. ശരിക്കും ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ചില മനുഷ്യർ ചില സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്നത് മരുന്ന് പോലെ എഫക്റ്റീവ് ആണെന്ന്. ശരിയാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിനൊരു മറുവശം കൂടിയുണ്ട്. അപ്പോൾ ചില സൗഹൃദങ്ങൾ ചിലപ്പോൾ മരുന്ന് പോയിട്ട് ഒരു ഇന്നത്തെ ഒരു ടേം പറയുകയാണെങ്കിൽ ടോക്സിക്, നമുക്ക് എവിടെയും എടുത്ത് നോക്കിയാൽ ഭയങ്കര ടോക്സിക് ആണ് എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ ഒരു പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. സൗഹൃദം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺസ് ആണ്. ചിലർ പെട്ടെന്ന് സുഹൃത്തുക്കളെ കണ്ടെത്തും, ചിലർ കുറേ സമയമെടുത്ത് കണ്ടെത്തും, അങ്ങനെ പലതരത്തിൽ. അപ്പം എങ്ങനെ ഒരു സൗഹൃദം ബിൽഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും, ഓരോ രീതിയിലായിരിക്കും. സ്ഥലകാല വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 30 വയസ്സെത്തിയ ഒരാൾ 30-40 ആ ഒരു പ്രായത്തിനകത്ത് ഒരാൾ എന്തായാലും എങ്ങനെ ഒരു നല്ല ബന്ധം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നന്നായിട്ട് അതിൽ സൗഹൃദത്തിൻ്റെ എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നത് അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നല്ല സൗഹൃദമാണെങ്കിൽ അതിൽ എന്തൊക്കെ പാടില്ല, ഡോൺസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്.